ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് എവിടേക്കാണ് പോകുന്നതെന്നല്ലേ? അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നത്തെ ഒരു വീഡിയോ ആണ്. ഒരു 1 മന്തൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ വീഡിയോ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഒരു കല്യാണത്തിനാണ് കേട്ടോ. കല്യാണത്തിന് ഓഡിറ്റോറിയം വരുന്നത് നമുക്ക് കോഴിക്കോട് റൂട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിക്കോടിന് പോകുന്ന വഴിക്കാണ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ടുള്ളൊരു ഓഡിറ്റോറിയമാണ്. അപ്പോൾ അവിടെ വെച്ചായിരുന്നു കല്യാണം. അപ്പോൾ നൈബറിൻ്റെ മകളുടെ കല്യാണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഓരോരോ വണ്ടിയിലായിട്ട് ബാക്കിലും മുമ്പിലൊക്കെ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കല്യാണം കൂടിയിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ട് അടിപൊളി ഓഡിറ്റോറിയമാണ്. ഫുൾ പണികളൊക്കെ ഒന്നും കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. എന്നാലും നമ്മളെ ഈ എൻട്രൻസും അതേപോലെ പാർക്കിംഗ് ഏരിയയും ഒക്കെ എല്ലാം അടിപൊളിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഒരു ഓഡിറ്റോറിയത്തെ കുറിച്ച് എല്ലാവരും അങ്ങനെ അറിഞ്ഞ് കേട്ടൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ കല്യാണത്തിന് വരുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെയാണ് ഈ ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റാർട്ട്. അപ്പം നീച്ചോട്ടുണ്ടാ ഓടി കളിക്കുന്നുണ്ട്. നല്ല കുട്ടികൾക്ക് ഓടി കളിക്കാൻ പറ്റിയൊരു ഏരിയയും അതേപോലെ അവർക്ക് കണ്ടിരിക്കാനും പാർക്കിങ്ങിനൊക്കെ വലിയൊരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ താഴെയാണ് പാർക്കിംഗ് ഏരിയ. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോയ ടൈമിൽ താഴോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇത്രയും വണ്ടികൾ അവിടെ നല്ല മനോഹരമായിട്ട് പാർക്ക് ചെയ്യുന്ന അത്രയും സ്പേസ് വണ്ടി പാർക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധാരണ ഓഡിറ്റോറിയത്തിലൊന്നും ഇത്രയും സ്പേസ് കാണാറില്ല. അപ്പോൾ അതാ ഇവിടെയാണ് നമ്മൾ വെൽക്കം ഡ്രിങ്കൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നീച്ചോടിനകന്ന് വെൽക്കം ഡ്രിങ്കൊക്കെ കഴിക്കുകയാണ്. അപ്പോഴേക്കും ഇതായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ എടുത്തുതരാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട, ഒറ്റയ്ക്ക് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ എടുത്ത്, പക്ഷേ കുടിക്കില്ല, ഇഷ്ടമില്ലാത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇവർക്ക് ഷോർട്ടായിട്ട് നടന്ന് വരാനുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇതായിട്ട് അങ്ങനെ വരുന്നത് ഞങ്ങളിങ്ങനെ നോക്കിക്കാണ് കേട്ടോ. സ്റ്റെയർ ഇട്ടിട്ടുണ്ട്. എന്തായാലും നല്ല അടിപൊളി ഒരു ഓഡിറ്റോറിയമാണ് കേട്ടോ. അപ്പോൾ ആ വണ്ടിയൊക്കെ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ നോക്കിയിരിക്കാൻ വണ്ടി പാർക്ക് ചെയ്ത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ വെള്ളം എടുത്ത് കൊടുത്താണ്. അപ്പോൾ പക്ഷേ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിനകത്തെത്തി. അപ്പോൾ അവർ ചെക്കനും പെണ്ണൊക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ കണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ഏരിയയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ ബാക്കിൽ തൊട്ട് ഞങ്ങളെ നൈബേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഫുഡ് കഴിക്കാൻ അങ്ങനെ പോവുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ തിരക്കില്ലാത്തൊരു ടൈം നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ സെക്ഷനിൽ എല്ലാ തരം ഫുഡുകളുണ്ട്. മന്തി, ബിരിയാണി, നെയ്ച്ചോറ്, ബീഫ്, അങ്ങനെ എന്തൊക്കെയോ ഫുഡുകളുണ്ട്. ഇവരെ കല്യാണത്തിൻ്റെ ഒരു സ്പെഷ്യലാണല്ലേ അത്. പിന്നെ ഒരു ഏരിയയിൽ സദ്യയുണ്ട് കേട്ടോ. ഇതായി നടന്നു പോകുന്ന ഏരിയയിലൊക്കെ താഴോട്ട് നല്ല രീതിയിലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഫുഡിൻ്റെ ഏരിയയിൽ എത്തിയിട്ടോ. അപ്പം ഇങ്ങനെയാണ് ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു അത്യാവശ്യം മീഡിയം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് സ്വീറ്റ് കിട്ടി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു. ഞാനും നിച്ചൂട്ടനും നിത്യാണ്ടും എന്താ ഒരു അടുത്തടുത്തിരുന്നു. പിന്നെ അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ കൂടെ ഉള്ളവരൊക്കെ പറയുകയാണ്, ഇവിടം വരെ എത്തിയില്ലേ, നമുക്കൊന്ന് ടൗണിൽ പോകാമെന്ന് അവരിങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ നിച്ചൂട്ടനും പോകണം എന്നുള്ള വാശിയായി. അപ്പോൾ എന്തായാലും ഇത്രയും ദൂരം വന്നാലേ നമുക്ക് അവിടെ ടൗണിലും കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങളെ വണ്ടിയിലും തൊട്ട് പിന്നാലെ ഓരോരുത്തർ അതേപോലെ കാർ എടുത്തിട്ട് അവരും വന്നു. അപ്പോൾ ഏതായാലും അവിടെ വരെ അപ്പോൾ അമ്മയുടെ ചേച്ചീൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോകാമെന്നൊക്കെ കരുതി. അപ്പോൾ ഇതാ ഞങ്ങൾ ടൗണിലെത്തി. നമ്മൾ ഫസ്റ്റ് പോയത് നമ്മൾ ലുലു മാളിലാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ അവിടെ പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മോനോ എനിക്കും പോകണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങളിതാ ഫസ്റ്റ് ലുലു മാളിലെത്തി. പോയിക്കൊണ്ട് ആദ്യം നമ്മൾ അവിടേക്കാണ് പോയത്. ആ ലുലു മാളിൽ നിന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അമ്മയുടെ ചേച്ചീൻ്റെ വീട്ടിലേക്കും പോയി. അവർ പിന്നെ അവിടുന്ന് വേറെ എവിടേക്കോ ട്രിപ്പൊക്കെ പോയിട്ട് അവർ രാത്രിയാണ് എത്തിയത്. ഞങ്ങൾ രാത്രിയാണ് കേട്ടോ എത്തിയത്. ഫുൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ഒരു കല്യാണം വീട്ടിൽ ഇറങ്ങും തന്നെ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തുമ്പം തന്നെ ഒരു 4-4:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കാലിക്കറ്റിലുള്ള ലുലു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാലിക്കറ്റിലെ ലുലു മാളിൽ എത്തിയത്. അപ്പോൾ ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഒരു 1 മന്ത് അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മളെ എറണാകുളത്ത് അവിടെ നിന്നുള്ള ലുലു മാളിൻ്റെ അത്ര ഇല്ല എന്നാണ് തോന്നുന്നത്. പിന്നെ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാനോ അല്ലെങ്കിൽ അതിനകത്തൊന്നും പോയിട്ടില്ല കേട്ടോ. അത്രയും ലേറ്റ് ആയല്ലോ.
പിന്നെ ജസ്റ്റ് ഒന്ന് കയറി ജസ്റ്റ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ കുറേ കുട്ടികളെല്ലാം ഉണ്ട്, അവർക്ക് എല്ലാവർക്കും കൂടെ കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുട്ടികളുടെ ഏരിയയിലേക്കാണ് സ്പെൻഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അതിനകത്ത് കയറി. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ്. താഴത്തെ പാർക്കിംഗ് ഏരിയയിൽ ഒഴിവുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്കകത്തേക്ക് കയറാം. അപ്പോൾ ഈ പുറമെ കാണുന്ന പോലെ അകത്തേക്ക് പോകുന്നതിനനുസരിച്ച് നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും തിരക്ക് നമ്മുടെ ഈ ഫുഡ് കോർട്ട് അങ്ങനത്തെ ഏരിയയിൽ തിരക്ക് കുറവായിരുന്നു. നമ്മൾ ഈ ഡ്രസ്സ് അവിടെയൊക്കെ അത്യാവശ്യം തിരക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കോസ്മെറ്റിക്സ്, പിന്നെ നമ്മളെ വീട്ടിലേക്ക് വേണ്ട ഷോപ്പിംഗ് കാര്യങ്ങൾ, അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു വരും. അപ്പോഴേക്ക് തൊട്ട് പിന്നാലെ അവരും എത്തി. അപ്പോൾ ഫസ്റ്റ് മുമ്പിലെത്തി ഞങ്ങളായിരുന്നു. അപ്പോൾ അവന് വരുന്നവരെ ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കാമെന്ന് കരുതി. അപ്പോൾ തിരക്കായതുകൊണ്ട് എവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും നമുക്ക് മുന്നോട്ട് നടക്കാമെന്ന് വെച്ചാൽ ഇങ്ങനെ നടന്നു പോവാണ്. എവിടെയെങ്കിലും സ്പേസ് കിട്ടി അവിടെ നിൽക്കാം, അവരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ഓപ്പണിങ്ങിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ ഇത് കുറേ ഏരിയാസ് ഉണ്ട്. നമ്മളെ ഒരു ഏരിയ കൂടെ കയറി. അപ്പോൾ അത് അവരൊക്കെ കയറി, ഞാനും കയറി. ഇപ്പോൾ ക്രിസ്മസും ഇതൊക്കെ കഴിഞ്ഞ് ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ക്രിസ്മസിൻ്റെ ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമ്മളതിൻ്റെയൊക്കെ കുറേ മുന്നേ ആയതുകൊണ്ട് തന്നെ അത്രയ്ക്കൊന്നും ഒന്നും സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഒരു 2 വീക്സൊക്കെ മുന്നേ ആയിരിക്കില്ല അവർ സെറ്റ് ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ ആയതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കണ്ടോ, അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു. ഇനി ആ ദിവസത്തെ പ്രത്യേകതയാണോ, ഇനി എന്തെങ്കിലും ഓഫർ ഉണ്ടോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മളിങ്ങനെ ഓരോരോ ഏരിയയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കി ഇങ്ങനെ പോവുകയാണ്. പിന്നെ നമുക്ക് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മുകളിൽ പോവാം. അവർ കുട്ടികളെ ഒന്ന് എല്ലാവരും കൂടെ ഉള്ളപ്പം ഏരിയയിൽ പോകണം എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഓരോരോ സ്ഥലത്തും അപ്പോൾ ഈ ഒരു കോസ്മെറ്റിക്സിൻ്റെ അവിടേക്ക് ഒന്ന് കയറി നോക്കി. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് അങ്ങനത്തേനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. അതായത് നമ്മളെ ബ്രാൻഡഡ് സാധനത്തിന് 50% ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തും ഈ ഓഫും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും തിരക്കെന്ന് തോന്നുന്നു. പിന്നെ ഇതാ ജ്വല്ലറി കളക്ഷൻസ് ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞുകൊണ്ട് അതും കൂടെ ഉണ്ട് അല്ലേ. ലുലു മാളിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ കോഴിക്കോട് ആയിരുന്നു നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇല്ലാത്ത, അവിടെയുണ്ട്. അപ്പോൾ ഇത് ബോയ്സിൻ്റെ ഏരിയ ആണ്. അപ്പോൾ അവിടെയും ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിയിരുന്നില്ല, നമ്മളൊന്നും വായിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കല്യാണത്തിന് പോയതല്ല, ഈ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും വെച്ച് നമ്മൾ ക്യാഷൊന്നായിട്ട് പോയതല്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ ലിഫ്റ്റിലൊക്കെ എന്തൊരു തിരക്കാണ്. അപ്പോൾ ആ ലിഫ്റ്റിൽ തിരക്കൊക്കെ കഴിയട്ടെ എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കയറാൻ പറ്റില്ല, അത്രയും തിരക്കായിരുന്നു ലിഫ്റ്റിലൊക്കെ. അങ്ങനത്തെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിങ്ങനെ ഓരോരോ ഇതിൽ കയറി ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് എത്തുക. അപ്പോൾ കണ്ടോ, ഇവിടെയൊക്കെ ക്രിസ്മസിനായിട്ട്, അതായത് ക്രിസ്മസിൻ്റെ എത്രയോ മുന്നേ ആയതുകൊണ്ട് തന്നെ അവർ സ്റ്റേജൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അവരിങ്ങനെ അവരെ പണികളാണ് അവിടെയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് മുകളിലോട്ടൊക്കെ നോക്കുമ്പോൾ നല്ലോണം തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തിരക്കൊഴിയുമ്പോൾ ഞങ്ങൾ ലിഫ്റ്റ് കയറി അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി കേട്ടോ. അപ്പോൾ ഇത് ബാഗിൻ്റെ സെക്ഷൻ ഉണ്ട്. അവിടെ ഒന്നും അത്ര ആളില്ല. അപ്പോൾ ഈ ഓഫർ സ്ഥിരമായിട്ടൊക്കെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് അറിയാമല്ലോ ഏതൊക്കെ ഏരിയയിൽ എങ്ങനെയൊക്കെ ഓഫർ എന്നൊക്കെ അറിയാം. പിന്നെ കുറേ ആൾക്കാർ ഈ ലുലു മാൾ നമ്മളെ കോഴിക്കോട് വന്നതിന് ശേഷം ഫസ്റ്റ് ടൈം കാണാൻ വരുന്ന ഒരുപാട് പേരുണ്ട് നമ്മളെപ്പോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഏരിയ, അങ്ങനെ ഓരോരോ ഏരിയസുകൾ ജസ്റ്റ് നമ്മൾ അവിടേക്കൊന്ന് പോയി ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തു, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പാവക്കുട്ടിക്കൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. പിന്നെ ഒരുവിധം സാധനങ്ങൾക്കൊക്കെ ഓഫറുകൾ കാണുന്നുണ്ട്. 25%, 50% ഒക്കെ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കോർട്ടിലെത്തി. അപ്പോൾ ഐസ്ക്രീം കണ്ടപ്പം പിന്നെ നെച്ചൂട്ടൻ്റെ പിടി വിട്ടു, ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മെല്ലെ സ്ഥലം ഒന്ന് ചേഞ്ച് ചെയ്തു. കാരണം ഒന്നാമതേ സുഖമില്ല, പിന്നെ ഐസ്ക്രീമും കഴിക്കണമെന്ന് വെച്ചാൽ. അപ്പോൾ ഈ വണ്ടികളും ഈ ഒരു ടോയ്സ് കളിക്കുന്ന ഏരിയകളൊക്കെ എത്തിയപ്പം
ഇവിടെയാണല്ലോ കുട്ടികൾ ഏറ്റവും കൂടുതൽ. അപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ, നല്ല തിരക്കാണ്. അപ്പോൾ അത് കാണിച്ചു കൊടുത്തപ്പം പിന്നെ ഐസ്ക്രീമിൻ്റെ കാര്യമൊക്കെ മറന്നുപോയി. പിന്നെ അതിലായി കളി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ വന്നിട്ട് ടിക്കറ്റ് എടുത്ത് കയറി. അപ്പോൾ അതാ നിച്ചൂട്ടൻ ഫസ്റ്റ് തന്നെ ഉണ്ട്. പിന്നെ ബാക്കിൽ ഇതാ ഫിനു ഉണ്ട്. പിന്നെ ഫിനു പോണ. പിന്നെ ഷസ്വുണ്ട്, ആളാണ് ഏറ്റവും ചെറുത്. അപ്പോൾ അതൊക്കെ കയറി. പിന്നെ മറ്റേ കാറിൽ എന്താ അതിന് പറയാമെന്നറിയില്ല, അതിൽ നിച്ചൂട്ടനും നിധിയണ്ണും കൂടെ കയറി. അങ്ങനെ എല്ലാം കൂടെ എല്ലാത്തിലും മാക്സിമം കയറി എൻജോയ് ചെയ്തിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത ഗെയിമിംഗ് സെക്ഷൻ കഴിഞ്ഞു. പിന്നെ ഇതാ ഇവിടെയാണ് കേട്ടോ, നമ്മളെ കുട്ടികളെ ഹൈറ്റ് നോക്കിയിട്ടാണ് അവരെടുക്കുക. അപ്പം ഹൈറ്റ് ഇല്ലെങ്കിൽ കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. വയസ്സായത് ഒരു 4 വയസ്സ് വരെയുള്ള കുട്ടിയൊക്കെ എല്ലാവർക്കൊന്നും പറ്റില്ല, ഹൈറ്റ് വേണം. ഇപ്പം മോന് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായിട്ട് വരെ പറ്റൂല എന്നുള്ള ഒരു ഓരോരുത്തരത് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടു. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ചിട്ട് അവനെയും കൂടെ അങ്ങ് കയറ്റി ഹൈറ്റ് ഉണ്ട് എന്നുള്ള രീതിയിലാക്കി. അവർ ഹൈറ്റ് നല്ല അളന്ന് നോക്കും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് വെറുതെ ആവില്ല. അപ്പോൾ എന്താണ് അവർ രണ്ടാളും കൂടെ കയറി. പിന്നെ നൗഷാക്കും ഫിനുവായിട്ടും അപ്പോൾ അവർ രണ്ടാളും കൂടെ വരുന്നുണ്ട്. പക്ഷെ അവിടെ പോയിട്ട് നല്ലൊരു ഇടി ഇടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്റ്റക്കായി പോയി ചിരിക്കുകയാണ്. പിന്നെയാണ് എന്നെ വന്നിടിച്ചതെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിൽ കുറച്ച് നേരം ഇതേപോലെ കളിച്ചു. അവരൊരു ടൈമൊക്കെ പറയും. ആ ഒരു ടൈം വരെയുള്ളൂ നമുക്കിതിൽ കളിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് റൈഡ് കയറുകയാണ്. നെക്സ്റ്റ് നമ്മൾ പാവക്കുട്ടീനെ പിക്ക് ചെയ്യുന്ന ആ ഒരു ഗെയിമാണ് കേട്ടോ. നമ്മളെ കോയിന് വെറുതെ പോവുക എന്നല്ലാതെ എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല കേട്ടോ. എടുത്ത് മുകളിൽ വരെ കഴിയുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടു പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി പോവുകയാണ് കേട്ടോ. ട്രെയിനുണ്ട്, പിന്നെ ഒരു ഓട്ടോ പോലത്തൊരു, അതിൽ കയറാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ അതിലും അവരെന്താണ് നമ്മളെ വയസ്സല്ല ഹൈറ്റ് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. വയസ്സ് മാത്രം നോക്കിയാൽ പോരാ. അപ്പോൾ വയസ്സുള്ള ആൾക്കാർ തന്നെ, ചെറിയ നീളം കുറവുള്ള കുട്ടികളാണെങ്കിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ അവരെ അളന്നിട്ട് പറയുകയാണ് കേട്ടോ, കയറാൻ പറ്റാത്തവർ പറ്റുന്നവർ അങ്ങനെയൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളിതാ പുറത്തേക്ക് എത്തിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. പാർക്കിങ്ങിലേക്ക് നടക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു. ഒരു 1 മന്തിന് ശേഷമാണ് കേട്ടോ ഇത് പോസ്റ്റ് ചെയ്യുന്നത്. കുറേ തിരക്കുകൾക്കിടയിൽ ഇത് വീഡിയോ എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിതാ തിരിച്ചു വരുന്ന വഴിയാണ്. കുറച്ച് ബേക്കറി എന്തോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അവിടെ. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങളിതാ തിരിച്ച് പോവുകയാണ്. അപ്പോൾ അമ്മയുടെ ചേച്ചീൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ പോയി അമ്മേനെ അവിടെ ആക്കിയതിന് ശേഷം ഞങ്ങളിതാ രാത്രി തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് ബ്ലോക്കാണ് അവിടെ ഒരു അമ്പലത്തിൽ പരിപാടി ആയതുകൊണ്ട്. പിന്നെ ബീച്ച് ആ റോഡിലൊക്കെ ഫുള്ള് തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ ബ്ലോക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഒരാൾക്ക് ഇങ്ങനെ ഇരിക്കാൻ വയ്യ, പോകണം എന്നുള്ള തിരക്കായിരുന്നു. അങ്ങനെ ഒരുവിധം ബ്ലോക്കൊക്കെ ഞങ്ങൾ മെല്ലെ പോയി. അങ്ങനെ എല്ലാ സിഗ്നലും കുടുങ്ങുന്നുണ്ട്. ബ്ലോക്കും അങ്ങനെ എല്ലാം കൂടെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലെത്തുമ്പോൾ. പിന്നെ വരുന്ന വഴിക്ക് രാത്രി കഴിക്കാനും 2 മസാല ദോശയൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുട്ടി വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. നമ്മളെ കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ അവിടേക്കുള്ള ഈ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടുന്നേ ബ്ലോക്കാണ്. പിന്നെ ബ്ലോക്കിൻ്റെ അകത്ത് പെട്ട് പോയപ്പോൾ ഞങ്ങൾ തിരിച്ച്
ഏതൊക്കെയോ വഴിയിലൂടെയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് കേട്ടോ.